നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ പാരറ്റ് ബ്യൂട്ടി ലോഞ്ചിലാണ്. ബ്യൂട്ടി ലോഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാം അല്ലേ? വാ. അപ്പോൾ നമ്മൾ ലേഡീസ് അവറിൻ്റെ ബ്യൂട്ടിഫുൾ ലേഡീസിനെ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കുവാൻ വേണ്ടി നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നേഹയാണ്. ഹായ് നേഹ. നേഹ പാരറ്റിലെ മാനേജർ കൂടിയാണ്. അപ്പം നേഹയുടെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അല്ലേ? സോ നേഹ, ഇന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്താണ് കാണിക്കാൻ പോകുന്നത്? ആക്ച്വലി നമുക്കിപ്പോൾ ഹെയർ കട്ടാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഹെയർ കട്ട് കാണാം. ഹെയർ കട്ട് ലെയർ ആണ്. അപ്പോൾ ഇന്ന് ഹെയർ കട്ടിൽ ലെയർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഹെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യമുണ്ട്. നേഹയുടെ ഹെയർ ഒന്ന് നോക്കണേ. നമുക്ക് ഇഷ്ടംപോലെ ടിപ്സും കാര്യങ്ങളും ഇന്ന് കിട്ടുന്നതായിരിക്കും. നേഹ ഒന്ന് ഹെയർ ഒന്ന് തിരിഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കും നമ്മളെ ഓഡിയൻസിന്. യെസ്. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ആണ് നേഹയ്ക്ക്. നമുക്ക് നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അറിയാം അല്ലേ? ഓക്കെ നേഹ, അപ്പോൾ നമ്മുടെ ലെയർ കട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ഹെയർ വാഷ് ആണ് ഫസ്റ്റ് വരുന്നത്. ഹെയർ വാഷ് ചെയ്തിട്ട് ഏതൊരു ഹെയർ കട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എങ്കിലേ ആ ഹെയർ സ്റ്റൈലിന് ഒരു ഫിനിഷിങ് വരത്തുള്ളൂ. ഓക്കെ. സോ ഫസ്റ്റ് ഹെയർ വാഷ് ആണ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഏത് ഹെയർ കട്ട് ചെയ്യുമ്പോഴും ഹെയർ വാഷ് മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷ് ആണ്. സോ ഹെയർ വാഷിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മൾ ആൾ വരുന്നുണ്ടല്ലേ? യെസ്, അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞിരിക്കുകയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഹെയർ കട്ട് അല്ലേ? നമ്മുടെ ഈ ഹെയർ കട്ട് കൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണം എന്താണ്? നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ഹെയർ കട്ട് ചെയ്യേണ്ടി വരും? സ്പ്ലിറ്റൻസ് ആണ് മെയിൻലി പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 6 മന്ത് ആകുമ്പോഴത്തേനും നമ്മൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക. 6 മന്ത്സ് കൂടുമ്പം ഹെയർ കട്ട് ചെയ്യണം എന്നാണ് നേഹ പറയുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെയർ ഗ്രോത്തിനും അതോടൊപ്പം തന്നെ സ്പ്ലിറ്റൻസ്, മെയിനായിട്ട് നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചും പിന്നെ നമ്മുടെ ഈ പൊല്യൂഷനും ഒക്കെ കാരണം ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സ്പ്ലിറ്റൻസ്. അത് നമ്മുടെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ 2 മുടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണും. അതാണ് സ്പ്ലിറ്റൻസ്. അപ്പം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിനും പിന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുന്നതും കുറച്ച് കുറയും. സോ യെസ്, നമ്മളെ ലെയർ കട്ടിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന ആളെ പരിചയപ്പെട്ടില്ല. എന്താ പേരെന്താ? രാഖിയാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം രാഖിക്ക് നമ്മുടെ ഈ ട്രോളി ആവശ്യമുണ്ടാകും. അപ്പോൾ നമുക്ക് ട്രോളി കൊടുക്കാം. യെസ്, അപ്പോൾ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെക്ഷൻസ് അല്ലേ? സെക്ഷൻസ് എടുക്കണ്ട അല്ലേ? ലെയർ അല്ലേ ചെയ്യാൻ പോകുന്നത്? അതെ, നമ്മൾ ലെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ലെയറിന് വരുന്നത് മെയിൻലി ഒരു ബൗൺസി ലുക്ക്, ഒരു വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ലെയർ കട്ട്. ഓക്കെ. അപ്പം നമ്മുടെ ഈ ലെയർ കട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫേസിനും മാച്ച് ആവുമോ? ഓൾമോസ്റ്റ്. ആക്ച്വലി നമ്മൾ എവിടെ വരുന്നവർക്ക് അവരുടെ ഫേസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ മെയിൻലി ചെയ്യുന്നത്. പലരും സജഷൻസ് വരാറുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫേസ് അനുസരിച്ചായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ പാരറ്റിൽ മെയിനായിട്ട് കസ്റ്റമേഴ്സിന് അവരുടെ ഫേസിന് മാച്ച് ചെയ്ത ഒരു ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സജഷൻസും എടുക്കാറുണ്ട് അല്ലേ? ഒരു മാച്ചിങ് ചെയ്യുന്ന ഒരു രീതിയിലുള്ളത് അവർ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ചിലർ പിന്നെ എന്താ പറയുക, ഈ വി കട്ട് അങ്ങനത്തെ ഉള്ള സജഷൻസ് ഒക്കെ പറയാറുണ്ട്. എന്നാലും അവരുടെ ഫേസിന് മാച്ച് ചെയ്ത് നമ്മൾ കൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ. സോ ഇവിടെ ഈ ലെയേഴ്സ് എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടമ്മമാർ, പൊതുവേ നമ്മുടെ മലയാളി വീട്ടമ്മമാർ എപ്പോഴും ഓയിലിംഗ് ചെയ്യാറുണ്ട്. ഓയിലിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അതായത് ഇപ്പം ഡെയിലി കുളി കഴിഞ്ഞ് ഓയിൽ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഓയിലിംഗ് തീരെ ചെയ്യാത്തവരുണ്ട്. അപ്പം അതിലുണ്ടാവുന്ന ഒരു ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ആക്ച്വലി ഓയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഓയിൽ ചെയ്യാം. ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയും. ഷാമ്പു കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പം ഓയിലിംഗ് ചെയ്യുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് പറഞ്ഞു തരുന്നൊരു ടിപ്പാണ്. അതായത് ഡെയിലി ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ എണ്ണ തേച്ചോടും കൂടി പുറത്തിറങ്ങുന്ന ലേഡീസിനോട് പറയുന്ന കാര്യമാണ് ഷാമ്പു ചെയ്യണം ആൻഡ് കണ്ടീഷണറും കൂടി അപ്ലൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മുടെ ഹെൽത്തി ഹെയർ
ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സെക്ഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ക്രൗൺ ഏരിയ തൊട്ടാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ സെറ്റിങ്. പിന്നെ നമ്മുടെ ഈ ഹെയറിൽ വരുന്ന ഡാൻഡ്രഫ് അതിൻ്റെ മെയിൻ കാരണം എന്താണ്, അല്ലെങ്കിൽ അത് അതിനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് നമ്മുടെ ആക്ച്വലി നമുക്കിവിടെ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3 സിറ്റിംഗ് ആണ് അതിന് പ്രോബ്ലം വരുന്നത്. അതിന് മീൻസ് നമ്മുടെ ഈ ഓൾമോസ്റ്റ് ഈ പാർലർ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാത്ത നമ്മുടെ വീട്ടമ്മമാർക്ക് എന്താണ് അല്ലാതെ ടിപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് തന്നെ ചെയ്യുമ്പോൾ അത് ഒരു സലൂണിൽ വന്ന് അത് ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് ഒരു 6 സിറ്റിംഗ് ആണ് വരുന്നത്. ആൻറ്റി ഡാൻഡ്രഫിൻ്റെ 3 സിറ്റിംഗ് ആണ് ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെത് എങ്ങനെയാണ് നമ്മൾ ഈ സ്പാ ചെയ്യുന്നത് പോലത്തെ സ്റ്റെപ്പുകളാണോ? നമുക്ക് സ്പാ വേണമെങ്കിൽ സ്പാ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, ആഡ് ചെയ്യാം. സോ അല്ലാതെ ഉണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ്. നമ്മുടെ ഈ സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ലേഡീസ്, ഇപ്പോൾ ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ലേഡീസിന് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആഫ്റ്റർ കെയർ എന്താണ്? ആക്ച്വലി മന്ത്ലി സ്പാ ചെയ്യുക. മന്ത്ലി സ്പാ ചെയ്യുമ്പോൾ അത് മാത്രമാണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രിക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ. അതിന് ആപ്റ്റ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ. അല്ലാതെ നമ്മളിപ്പം ഈ ചിലർക്ക് ഇങ്ങനെ മുടി പൊട്ടിപ്പോകുക അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻസുകൾ വന്നിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? പൊട്ടിപ്പോകുന്നുണ്ട്, ഡ്രൈനെസ്സും ഉണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട്, ഫ്രിസിനെസ് ഉണ്ടാവുന്നവരുണ്ട്. അതിന് നമുക്ക് ഇവിടെ ബയോട്ടിൻ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, ബോട്ടോക്സ് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ബയോട്ടിൻ ആകുമ്പോൾ ഹെയർ ഫോൾസ് വരെ കൺട്രോൾ ചെയ്യുന്നതാണ് ബയോട്ടിൻ ട്രീറ്റ്മെന്റ് വരുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? ഹെയർ സെറ്റ് കട്ടിങ് കഴിഞ്ഞു, ഇനി ഹെയർ സെറ്റിംഗ് ചെയ്യാണ്. ഹെയർ സെറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ഷൈനിങ് അങ്ങനെ ഒരു ബൗൺസി ലുക്ക് ഒക്കെ കിട്ടും അല്ലേ? ഇനിയാണ് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി ഹെയർ സെറ്റിംഗിലേക്ക് പോകാം. യെസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെയർ കട്ടും അതുപോലെ തന്നെ സ്റ്റൈലിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ആണോ ഹെയർ സ്റ്റൈലിങ്ങിൽ? യെസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ഹെയർ ടിപ്സും ഹെയറിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നത് നേഹയാണ്. നേഹയ്ക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച്. നമ്മളെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.